ഇമാജിൻ നമ്മൾ ആകാശത്ത് കാണുന്ന റെയിൻബോസ് ജസ്റ്റ് കളേഴ്സ് അല്ല, അത് ഫ്യൂച്ചറിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നതാണ്. സോ അതാണ് ആർക്കോ. സോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ആർക്കോ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ ഫ്രഞ്ച് ആനിമേറ്റഡ് മൂവി കണ്ടു. കിഡിലൻ ആനിമേഷൻ മൂവി. ഒരു സിമ്പിൾ സ്റ്റോറിയാണുള്ളത്, പക്ഷെ നല്ല ഇമോഷണൽ ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സും അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനിമേഷനും ഒക്കെ ഉള്ള ഒരു നല്ലൊരു സിനിമ. സോ ഈ ഒരു സിനിമ ഒരു 2D ആനിമേഷൻ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്, ഹാൻഡ് ഡ്രോൺ കൈൻഡ് ഓഫ് സ്റ്റൈലൊക്കെ. കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഗിബ്ലി മൂവിയുടെ ഒക്കെ ഒരു വൈബ് കിട്ടും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആർട്ടും അതുപോലെ മ്യൂസിക്കും ഒക്കെ ഉള്ള നല്ല ആനിമേഷൻ മൂവിയാണ്. സോ ഇത് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. സോ ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്കോ എന്ന് പറഞ്ഞൊരു പയ്യൻ, അവൻ ഫ്യൂച്ചറിലാണ് ജീവിക്കുന്നത്. സോ അവന്റെ പേരൻസ് ടൈം ട്രാവൽ ചെയ്യുന്നത് റെയിൻബോസ് യൂസ് ചെയ്തിട്ടാണ്. സോ ഒരു ദിവസം ഇവനാണെങ്കിൽ അവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഇത് ട്രൈ ചെയ്യുന്നു. ശേഷം അവന്റെ ടൈം ലൈനിൽ എത്താതെ വേറൊരു ടൈം ലൈനിലാണ് വന്നു പെടുന്നത്. സോ അവിടെ വെച്ച് അവൻ ഐറിസ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കാണുന്നു. സോ ഇവര് തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ബോണ്ടും ഒക്കെ ബിൽഡ് ചെയ്യുന്നു. സോ ഈ ഒരു കുട്ടി ഇവനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇവനെ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവന് തിരിച്ചു പോകണമെങ്കിൽ ഒരു ക്രിസ്റ്റൽ വേണം. സോ തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയുടെ കഥ. കിഡിലൻ ആനിമേഷൻ മൂവിയാണ്. ഒരു ഡിഫറെന്റ് ആനിമേഷൻ സ്റ്റൈൽ പോലെ എനിക്ക് തോന്നി. കാരണം ഈ അടുത്തിടയ്ക്ക് ഇത്തരത്തിൽ ഒരു ആനിമേറ്റഡ് മൂവി ഒന്നും കണ്ടിട്ടില്ല. എല്ലാവരും ഒരു 3D കൈൻഡ് ഓഫ് സ്റ്റൈല് ഫോളോ ചെയ്യുമ്പോൾ ഇവർ ആ ഒരു 2D ഹാൻഡ് ഡ്രോൺ സ്റ്റൈല് ഫോളോ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇതിനെ ഡിഫറെന്റ് ആക്കുന്നത്. പിന്നെ ഇതിന്റെ ആ ഒരു ഇമോഷണൽ ഡെപ്തും, നമുക്ക് ഇതുപോലത്തെ സ്റ്റോറി നമ്മൾ കുറെ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇതിനെ ഡിഫറെന്റ് ആക്കുന്ന ഇതിന്റെ ആ ക്യാരക്ടേഴ്സിന്റെ ഇമോഷണൽ ഡെപ്ത് തന്നെയാണ്. സോ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ കൂടാതെ കുറച്ച് ക്യാരക്ടേഴ്സും കൂടി ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് 3 ബ്രദേഴ്സിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവന്മാർ 3 പേരും ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഇവരുടെ ഒരു കോമ്പിനേഷൻ കിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഒരു സിനിമ നമ്മുടെ ഫ്യൂച്ചറിൽ റോബോട്ട്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഹ്യൂമൻസിന് എന്തുമാത്രം സഹായകരമാകും എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും നമ്മുടെ എൻവയോൺമെന്റിൽ നേരിടുന്ന ക്ലൈമറ്റ് ചേഞ്ചസും അതുപോലെ ഈ വൈൽഡ് ഫയറോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഈ ഒരു സിനിമയിൽ ചെറിയ രീതിയിൽ കാണിച്ചു പോകുന്നുണ്ട്. സോ നല്ലൊരു ആനിമേഷൻ മൂവിയാണിത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. 2 മണിക്കൂറിൽ താഴെയാണ് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. സിനിമ തുടങ്ങി തീരുന്നത് നമ്മൾ അറിയത്തില്ല. അത്രയ്ക്കും ഒരു ലാഗ് ഒന്നും ഇല്ലാത്ത നല്ല ഒരു ഫ്ലോയിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. സോ ആർക്കോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ജസ്റ്റ് ഒരു നോർമൽ ആനിമേറ്റഡ് മൂവി അല്ല, നല്ല ഇമോഷണൽ ഡെപ്ത് ഉള്ള സ്റ്റോറിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് ഒക്കെ ഉള്ള ഒരു കിഡിലൻ ആനിമേഷൻ മൂവിയാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. സോ ലിങ്ക് വേണമെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി. സോ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.